കോഴിക്കോട് വടകരയിൽ ലഹരി മാഫിയ സംഘം കാരിയറായി ഉപയോഗിച്ച 13-കാരിക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് മാതാവ് കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തുന്നു. കേരള വിഷൻ എക്സ്ക്ലൂസീവ്. നമ്മൾ കണ്ടതാണ് കോഴിക്കോട് വടകരയിൽ 13-കാരിയെ ലഹരി മാഫിയ സംഘം ലഹരിക്കടത്തിന്റെ കാരിയറാക്കിയ വിവരം നമ്മൾ അറിഞ്ഞതാണ്. ആ കുട്ടി അതിന്റെ പേരിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ആ ലഹരി മാഫിയ സംഘത്തിൽ നിന്ന് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ കുടുംബവും വലിയൊരു മാനസികമായ ഒരു സംഘർഷത്തിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലും അർഹമായ നീതി ആ കുട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ കുടുംബം വെളിപ്പെടുത്തുന്നത്. ആ പെൺകുട്ടിയുടെ മാതാവ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. അവരോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് മകൾ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞത്? മോള് സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്, ഇങ്ങനെ മോള് ബാത്റൂമിൽ പോയിട്ട് നനഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, നിങ്ങളൊന്ന് ഉടനെ വരണം ഡ്രസ്സ് എടുത്തിട്ട്. അങ്ങനെ പോയാറോന്ന് പറഞ്ഞാൽ കുട്ടി ചൂട് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അത് അന്വേഷിച്ചാൽ പറഞ്ഞൊരു പൊടി ഉപയോഗിച്ചതാണ്, ഒരു കാക്ക തന്നതാന്ന് പറഞ്ഞ് ആദ്യം സ്കൂളിൽ നിന്ന് ഒരു കുട്ടി കൊടുത്തതാന്ന് പറഞ്ഞു, ബിസ്ക്കറ്റായിട്ട്. പിന്നെ കുട്ടി പറഞ്ഞ് എനിക്ക് നാളെ മുതൽ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ചേച്ചി കൊണ്ടുത്തരും, പുറത്ത് ഗേറ്റിൻ്റെ അടുത്ത് നിന്നാൽ മതി. അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ പൊടി എന്ന് പറയുന്നത് മകൾക്ക് എങ്ങനെയാണ് കൊടുത്തത്? എനിക്കൊന്ന് മകളൊരു കബഡി താരം കൂടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം മകൾക്ക് ഏത് തരത്തിലാണ് ആ പൊടി കൊടുക്കാനുണ്ടായ ആ സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചിരുന്നു? ആദ്യം ബിസ്ക്കറ്റ് കൊടുത്തെന്ന് പറഞ്ഞേ. അപ്പം അത് ഉപയോഗിച്ചാൽ നല്ലൊരു എനർജി കിട്ടിയെന്നാണ് പറഞ്ഞത്. പിന്നെ പൊടിയാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അത് ATM കാർഡിൻ്റെ മുകളിൽ വെച്ചിട്ടും ഫോണിൻ്റെ മേലിൽ വെച്ചിട്ടെല്ലാം ഉപയോഗിപ്പിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം സാധനം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു തലശ്ശേരിയിൽ. അത് കൊണ്ടു കൊടുത്ത് വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നു ആ സ്ഥലത്ത് പോയിട്ട്. മകളാണോ അത് ഇഞ്ചക്ഷൻ ചെയ്തത്? ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അത് മകള് കൊണ്ടു കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കൊടുത്തിട്ട് അവിടത്തേക്ക് പോയിട്ടാണ് ഇനിയും കൈ മുറിച്ചിട്ട് ഇഞ്ചക്ഷൻ വെച്ചോളൂ. പൊടി ആദ്യം ഇട്ടിട്ട് ഇഞ്ചക്ഷൻ വെച്ചത്. ഈ പറഞ്ഞ ഒരു സ്ത്രീ, നിങ്ങൾ പറഞ്ഞു മകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചേച്ചി ഇത് കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ അറിഞ്ഞത് അത് ഈ കബഡിയൊക്കെ കളിക്കുമ്പോൾ സ്റ്റാമിന ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മകൾക്ക് ആദ്യം ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞത്. അങ്ങനെ വല്ലതും മകൾ പറഞ്ഞിരുന്നു? ഒന്നത്. രണ്ട്, ഈ മകളെ പിന്നീട് ഈ തലശ്ശേരിയിൽ അല്ലാതെയും മകളെ കാരിയറായി ഉപയോഗിച്ചതായി വിവരം കിട്ടിയിരുന്നു? ഇല്ല, തലശ്ശേരിയിൽ പോയിന്നേ പറഞ്ഞു. കബഡിക്ക് നിന്നാൽ എനിക്ക് സ്റ്റാമിന കിട്ടും, പഠിക്കാനും ഇതെന്ന് പറഞ്ഞാൽ കൊടുത്താൽ ആദ്യം അത് ഉപയോഗിച്ച് പിന്നെ ഓറ് വിളിക്കുന്നിടത്തെല്ലാം പോവും, അവിടെ നിന്നാണ് ഉപയോഗിക്കലെന്ന് പറഞ്ഞു. കലോത്സവത്തിൻ്റെ അന്നെല്ലാം സ്കൂളിൽ ആ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു, പെൺകുട്ടിയും ആൺകുട്ടിയും വന്നിന്. ഇത് കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം വടകരയിൽ നടന്ന കലോത്സവത്തിൻ്റെ ആണോ അത് പറയുന്നത്? അവരുടെ സ്കൂളിലാണ് ഇപ്പോൾ നടന്നത്. അവിടെ ഉണ്ടായി. മറ്റൊന്ന്, മകളല്ലാതെ മറ്റ് കുട്ടികളെ ഈ സ്ത്രീ അടക്കമുള്ള ലഹരി മാഫിയ സംഘം ഉപയോഗിക്കാൻ ശ്രമിച്ചതായോ അല്ലെങ്കിൽ ഉപയോഗിച്ചതായോ വിവരം കിട്ടിയിട്ടുണ്ടോ? മോള് പറഞ്ഞു, മോള് പോയ ദിവസം അവിടെ പിന്നെ ആ സ്കൂളിലെ കുട്ടികളല്ല, വേറെ കുട്ടികളും അവിടെ വരുന്നുണ്ട്, വേറെ ആണുങ്ങൾ മാറും. ഇവരല്ലാണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട് അവിടെ. വേറെ സ്കൂളിലെ യൂണിഫോമാണ് പറഞ്ഞു. അത് പറയുന്നു, മോള് പറയുന്നത് പിന്നെ സ്കൂളിൽ ഇവള് പോകുന്ന ദിവസം അടുത്ത ആളെ കൊണ്ടുവരില്ല, വേറെ കുട്ടികളെ കൊണ്ടുവരും, മനസ്സിലാവുമല്ല. ഇവള് പറയുന്നത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത് അടുത്ത സ്കൂളിലെ കുട്ടികൾ. ഇത് സംബന്ധിച്ച് നിങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? പ്രതികരണം, നമ്മൾ ആദ്യം ചോമ്പാൽ പോലീസ് സ്റ്റേഷനിലാണ് പോയത്. അവിടെ ഈ കുട്ടി നമ്മൾ എത്തിയ ടൈം വന്നിനെ പെൺകുട്ടി, പക്ഷെ അവരവിടെ CCTV ദൃശ്യം ഇല്ലയെന്ന് പറഞ്ഞാൽ ഇതും ഒന്നും അതിൻ്റെ ഇതൊന്നുമില്ല, ആ കുട്ടീനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടൊന്നുമില്ലാന്ന്. പിന്നെ അതേപോലെ തന്നെ ആദ്യം സ്കൂളിൽ നിന്ന് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ കുട്ടീൻ്റെയും ഒരു അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയിട്ടില്ല. എന്നിട്ട് പിന്നെ മോളെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് നോക്കണ്ടേ സ്കൂളിൽ നിന്ന്, അതൊന്നും ചെയ്തിട്ടില്ല. ഈ മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ പോലീസിൽ ഇത് വന്നു, പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലുണ്ടായി. ഇന്ന് നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അന്വേഷണം മനുഷ്യാവകാശ കമ്മീഷൻ്റെ പോലീസുകാർ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് അന്വേഷിക്കുന്നവർ. ഒരാഴ്ചൻ്റെ ഉള്ളിൽ അന്വേഷിച്ചിട്ട് പറയാന്നാ.
എന്തായിരുന്നു നിങ്ങളുടെ പരാതി? ഓറ് ആദ്യം സ്വയം കേസ് എടുത്തതാണല്ലോ ആദ്യം. പിന്നെ നമ്മൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതില്ല. ഇത്ര 3 മാസമായിട്ടും കേസിൻ്റെ ഒരു അന്വേഷണത്തിലൊന്നും തൃപ്തിയല്ല. അതുകൊണ്ട് പറഞ്ഞത്. ഈ പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിന് പിറകിൽ പ്രതികളിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ സ്ത്രീ അടക്കമുള്ളവർക്ക് എന്തെങ്കിലും ഉന്നതതര സ്വാധീനമുള്ളതായിട്ട് സംശയിക്കുന്നുണ്ടോ? ആ ഉണ്ട്. അല്ലാണ്ട് പിന്നെ അന്വേഷണം ഇത്രയും സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു തെളിവ് കിട്ടാണ്ടിരിക്കൂല. അത് ഒരു മറച്ചു വെക്കുന്നത് നമുക്ക് തോന്നും. ഈ കുട്ടിയുടെ മാതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് പൊതുസമൂഹത്തിലെ മറ്റ് കുട്ടികളുടെ രക്ഷിതാക്കളോട് എന്താണ് കേരള വിഷൻ ന്യൂസിലൂടെ പറയാനുള്ളത്? ഇങ്ങനത്തെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിട്ട് അത് നമ്മളെ നാടിനെ തന്നെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഇതിലാണ്. മറ്റുള്ള കുട്ടികളും നഷ്ടപ്പെടാൻ പാടില്ല ആരും. എന്നുവെച്ചാൽ ചെറിയ കുട്ടികളല്ല, അവർക്കറിയില്ലല്ലോ. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം. പക്ഷെ മുന്നോട്ട് വന്നാൽ ഇതേപോലെ തന്നെ നമ്മുടെ അനുഭവം കൊണ്ടായിരിക്കും നമുക്ക് വിളിക്കുന്നിടത്തെല്ലാം പോകണം. എത്ര ഇതിൽ 2-3 മാസമായി ഇതിൻ്റെ ബാക്കിൽ തന്നെ വിളിക്കുന്നിടത്തെല്ലാം പോകുന്നില്ലേ. 2 പ്രാവശ്യം തന്നെ എൻ്റെ മൊയ്യെടുത്ത്. പിന്നെ നമ്മളെല്ലാവരും തെറ്റ് ചെയ്തിനി. അതുകൊണ്ടായിരിക്കും മുന്നോട്ടാരും വരാത്തതെന്ന് എൻ്റെ അഭിപ്രായം. ഇരകളായ നിങ്ങളെ ഈ സംശയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സ്ഥിതി പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സംശയത്തിനൊന്നുമില്ല. പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയില്ല എന്ന് അവർ പറയാം. അങ്ങനത്തെ പറഞ്ഞിട്ടൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് നീതി വൈകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഒന്നും അവർക്ക് തെളിവില്ല എന്ന് അവർ പറയുന്നു. ഇത്രയും സംഭവം പറഞ്ഞു കൊടുത്തിട്ട് എവിടെ നിന്നും ഒരു തെളിവില്ല. ഒരു 13 വയസ്സുകാരി പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയുടെ വാക്കുകളെ പോലും അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. അതന്നെ മോള് പറഞ്ഞത് അവർക്ക് അങ്ങനത്തെ ഒന്നും നടന്നിട്ടില്ല എന്നില്ല. ഇതാ മോളെ കയ്യിലില്ല പിന്നെ അടയാളം പിന്നെ നമ്മളാക്കിയതാണ്. അതെനിക്ക് ചോദിക്കാനുള്ളത്. അതിൻ്റെ ഫോറൻസിക് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഇതുവരെയും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. വേറെ തെളിവ് നമുക്ക് കിട്ടൂലല്ലോ. എന്ന് വെച്ചാൽ വഴുകിയില്ലേ രക്തത്തിൽ, പിന്നെ അത് കിട്ടൂലല്ലോ താമസിച്ചോണ്ട്. ഇനി എന്തെങ്കിലും കൂടുതലായി നിങ്ങളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ മറ്റു വെളിപ്പെടുത്തലുകളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താനുണ്ട്? വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഈ മാതാവ് പറയുന്നത് കേരള സമൂഹത്തോടാണ്, കേരളത്തിൻ്റെ മനസാക്ഷിയോടാണ്. കാരണം നമ്മുടെ മക്കളും നമ്മുടെ കുട്ടികളും അവരെ കൂടുതൽ ജാഗ്രതയോടുകൂടി നമ്മൾ കൊണ്ടു നടക്കേണ്ടതുണ്ട് എന്നതാണ് ഇവരുടെ അനുഭവം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ലഹരി മാഫിയ സംഘം ആർക്ക് നേരെയും വല വീശാം എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അപ്പോഴും നീതിന്യായ സംവിധാനത്തിൽ നിന്ന് ഇവർക്ക് നീതി ലഭിക്കാൻ വൈകുന്നു എന്നുള്ളതാണ്. നീതി ലഭിക്കാൻ വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ് എന്നുകൂടി അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ്. വടകരയിലെ ഈ പെൺകുട്ടിക്ക് മാത്രമല്ല കേരളത്തിലെ മറ്റു പെൺകുട്ടികൾക്കും ലഹരി മാഫിയ സംഘത്തിൽ നിന്നുൾപ്പെടെ നീതി ലഭിക്കട്ടെ. പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ ഇത്തരം വെളിപ്പെടുത്തലുകൾ, അവരുടെ കുടുംബത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ പോലീസ് സംവിധാനത്തെ സംബന്ധിച്ച്, ഇത്തരം അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കൃത്യമായ നീതിപൂർവകമായ ഒരു അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടാൻ കേരള വിഷൻ ന്യൂസിനോട് നടത്തിയ ഈ വെളിപ്പെടുത്തൽ സഹായകരമാകട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുകയാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.